അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏപ്രിൽ ഫൂൾ. നാളെ ഏപ്രിൽ 1. ചെറുപ്പം മുതലേ കേൾക്കാൻ കഴിയുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, നാളെ ഉച്ചവരെ കള്ളം പറയാം, അത് അനുവദനീയമാണ് എന്ന്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒരിക്കലും അങ്ങനെയല്ല. ഇന്നല്ലാഹ മഅസ് സ്വാദിഖീൻ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറയുന്നവരോട് കൂടെയാണ്. കള്ളം പറയുന്നത് ഒരിക്കലും അനുവദനീയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, കള്ളം അത് ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. കള്ളം പറയുന്നത് അത് ഫുജൂറിലേക്ക്, തെറ്റിലേക്ക്, അനാവശ്യമായ കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അനാവശ്യമായ കാര്യങ്ങളോ അത് നരകത്തിലേക്കും എത്തിക്കും. അതുകൊണ്ട് ഒരിക്കലും കള്ളം പറയുന്ന സ്വഭാവം അത് നല്ല സ്വഭാവമല്ല, ദുസ്വഭാവമാണ്. വളരെ മോശമായ, നീചമായ സ്വഭാവമാണ് കള്ളം പറയുന്നത്. വമിൻ അക്ബരിൽ ഖബായിർ, വൻപാവങ്ങളിൽ എണ്ണിയതായി നമുക്ക് കാണാം. അതുകൊണ്ട് കള്ളം പറയുന്ന സ്വഭാവം ഒരു നിമിഷത്തിനും പാടില്ല. ഏപ്രിൽ ഫൂളിലായാലും ഏപ്രിൽ 1 ആണെങ്കിലും ഒരു സമയത്തും 365 ദിവസങ്ങൾ ഒരു വർഷത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ അതിനോട് അടുത്ത സമയം. പക്ഷേ ഈ സമയത്തൊന്നും എവിടെയും ഒരു സ്ഥലത്തും കളവ് അനുവദനീയമല്ല, കളവ് പറയൽ അനുവദനീയമല്ല. ആ ഒരു ശീലം ഒരു മുസ്ലിമിന് യോജിച്ചതല്ല, ഒരു മാന്യമായ മനുഷ്യന് യോജിച്ചതല്ല കളവ് പറയുന്നത്. ചില ആൾക്കാർക്ക് കള്ളവ് പറയുന്നത് വലിയൊരു ആസ്വാദനമായി കാണും. പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും പല അനിഷ്ടങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ തുടക്കം അത് കളവായിരിക്കും, കളവ് പറയലായിരിക്കും. അതുകൊണ്ട് കളവ് പറയുന്ന ശീലം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, മറ്റുള്ളവരുമായി സംസാരിക്കുന്ന വിഷയത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധത നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏപ്രിൽ മാസമായതുകൊണ്ട് കളവ് പറയുന്നത് അനുവദനീയമാണ് എന്ന് ആര് പറഞ്ഞാലും തനി ഹറാമാണ്, കുറ്റമാണ്, തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.